നമസ്കാരം. ഇസ്രയേൽ US സഖ്യത്തിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമനയി ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റു. 2026 മാർച്ച് 8 ഞായറാഴ്ച ചേർന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സിന്റെ അടിയന്തര യോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ ഈ നിയമനത്തിന് പിന്നാലെ തലസ്ഥാനമായ ടെഹ്റാനിൽ ശക്തമായ ജനകീയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ടെഹ്റാനിലെ ജനവാസ മേഖലകളിൽ ഉയർന്നുവന്ന ഈ പ്രതിഷേധം ഇറാന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതീവ നിർണായകമാണ്. ഇറാന്റെ പരമോന്നത നേതാവായി മൊജ്തബ ഖമനയെ തെരഞ്ഞെടുക്കുന്നതിനെതിരെ ടെഹ്റാനിലെ എക്ബാഥാൻ പോലെയുള്ള ജനവാസ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധം ശക്തമായത്. തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നവർക്കെതിരെ ഇറാൻ സുരക്ഷാ സേന കടുത്ത നടപടികൾ സ്വീകരിക്കാറുള്ളതിനാൽ ജനങ്ങൾ പുതിയൊരു സമരമുറയാണ് സ്വീകരിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ സ്വന്തം വീടുകളുടെ ജനാലകളിലൂടെയും ബാൽക്കണികളിലൂടെയും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പ്രതിഷേധക്കാരെ നേരിട്ട് തിരിച്ചറിയുന്നതിനും പിടികൂടുന്നതിനും തടസ്സമുണ്ടാക്കുന്നു. മൊജ്തബയ്ക്ക് മരണം എന്ന മുദ്രാവാക്യം പേർഷ്യൻ ഭാഷയിൽ മുഴങ്ങുന്ന വീഡിയോകൾ ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. ഈ പ്രതിഷേധങ്ങളിൽ സ്ത്രീകളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തം എടുത്തു പറയേണ്ട ഒന്നാണ്. 2022 മഹ്സ അമിനി പ്രതിഷേധങ്ങൾക്ക് ശേഷം ഇറാനിലെ സ്ത്രീകൾ ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിലുണ്ട്. ഇറാന്റെ ഇസ്ലാമിക വിപ്ലവ പാരമ്പര്യമനുസരിച്ച് അധികാരം ഒരു കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതിനെ ഇവിടുത്തെ ജനങ്ങൾ കടുത്ത ഭാഷയിലാണ് എതിർക്കുന്നത്. ഷാ ഭരണകൂടത്തിന്റെ രാജഭരണം അവസാനിപ്പിച്ചുകൊണ്ടെന്ന റിപ്പബ്ലിക് സംവിധാനത്തിൽ വീണ്ടും ഒരു പിതാവിൽ നിന്നും മകനിലേക്ക് അധികാരം കൈമാറുന്നത് വിപ്ലവത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രതിഷേധക്കാർ വിശ്വസിക്കുന്നുണ്ട്. വെറും 17 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള വീഡിയോ ആണെങ്കിലും അത് ഇറാന്റെ ആഭ്യന്തര കലഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നതാണ്. ഇന്റർനെറ്റ് നിയന്ത്രണങ്ങൾക്കിടയിലും ഇത്തരം ദൃശ്യങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത് ഇറാനിലെ യുവതലമുറ ഭരണമാറ്റത്തിന് എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. രാജ്യം ഇസ്രയേലുമായും അമേരിക്കയുമായും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ജനങ്ങൾ ആഭ്യന്തരമായി നടത്തുന്ന പ്രതിഷേധം പുതിയ ഭരണകൂടത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. തന്റെ പിതാവിനേക്കാൾ കടുത്ത നിലപാടുകാരനായ മൊജ്തബയ്ക്ക് ജനകീയ പിന്തുണ നേടിയെടുക്കുന്നത് വരും ദിവസങ്ങളിൽ പ്രയാസകരമായിരിക്കും. 1979 ചരിത്രപ്രസിദ്ധമായ ഇസ്ലാമിക വിപ്ലവത്തിലൂടെയാണ് ഇറാനിലെ പാരമ്പര്യ രാജ്യഭരണം തൂത്തെറിയപ്പെട്ടത്. വിപ്ലവത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് തന്നെ കുടുംബവാഴ്ച അവസാനിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആയത്തുള്ള അലി ഖമനയുടെ മകൻ മൊജ്തബ ഖമനയി അധികാരമേൽക്കുമ്പോൾ അത് വിപ്ലവത്തിന്റെ ആദർശങ്ങൾക്ക് വിരുദ്ധമാണെന്ന പാരമ്പര്യവാദികളുടെ വാദം ശക്തമാവുകയാണ്. 88 ഇസ്ലാമിക പണ്ഡിതന്മാർ അടങ്ങുന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. ഈ സഭയുടെ തീരുമാനം ജനാധിപത്യപരമാണെന്ന് ഭരണകൂടം അവകാശപ്പെടുമ്പോഴും ഒരു പിതാവിൽ നിന്നും മകനിലേക്ക് അധികാരം എത്തുന്നത് ഇറാൻ വീണ്ടും പഴയ രാജഭരണകാലത്തേക്ക് മടങ്ങുന്നതിന് തുല്യമാണെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. അലി ഖമനയുടെ രണ്ടാമത്തെ മകനായ മൊജ്തബ ഖമനയി ദശാബ്ദങ്ങളായി ഇറാന്റെ രാഷ്ട്രീയത്തിൽ അതീവ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഇത്രയും കാലം പരസ്യമായ പദവികൾ ഒന്നും വഹിക്കാതെ ഭരണത്തിന്റെ ചരടുകൾ വലിക്കുന്ന നിഴൽ രൂപമായാണ് മൊജ്തബ അറിയപ്പെട്ടിരുന്നത്. ഔദ്യോഗികമായി അധികാരത്തിൽ ഇരുന്നില്ലെങ്കിലും ഇറാന്റെ നിർണായകമായ പല ആഭ്യന്തര വിദേശ നയങ്ങളിലും ഇടപെടലുകൾ ഉണ്ടായിരുന്നു. സൈനിക തലപ്പത്തും ഇന്റലിജൻസ് വിഭാഗങ്ങളിലും വലിയ സ്വാധീനമുള്ള മൊജ്തബ പിതാവിന്റെ പിൻഗാമിയാകാൻ വർഷങ്ങളായി തയ്യാറെടുപ്പുകൾ നടത്തി വരികയായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.